ഞാൻ ഡോക്ടർ ഷനൂബ് റഹ്മാൻ, ഡെന്റിസ്റ്റ് ആണ്. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പല്ലിന് വേദന വന്നിട്ടുണ്ടാവും, പല്ലിന് കേടുകൾ വന്നിട്ടുണ്ടാവും, പല്ലിന് പല ചികിത്സകളും എടുത്തിട്ടുണ്ടാവും. പല്ല് കേട് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഡെന്റിസ്റ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ പറയാം, ബാക്കിൽ ഇവിടെ ഒരു പല്ല് കേടുണ്ട് ഡോക്ടർ, ഇവിടെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ഫുഡ് ഇങ്ങനെ കയറുന്നുണ്ട്, ഇതൊന്ന് അടച്ചു തന്നാൽ മതി ഡോക്ടർ, ഈ പല്ല് ഭയങ്കര വേദന, ബാക്കിലെ ഈ താഴത്തെ പല്ല് ഭയങ്കര വേദന, ഒന്ന് അടച്ചു തന്നാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ ഡെന്റിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളോട് ഒന്നെങ്കിൽ പറയും അതൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും എന്ന് പറയാറുണ്ട് അല്ലെ. ഞാൻ ഒത്തിരി ഡീപ്പായിട്ടൊന്നും പറയണില്ല, ശാസ്ത്രീയപരമായിട്ടൊന്നും പറയണില്ല. എന്നാൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാം. ഒരു പല്ല് എപ്പോഴാണ് അടക്കാൻ പറ്റുക, നോർമലി ഒരു പല്ല് എപ്പോഴാണ് ഫില്ല് ചെയ്യാൻ പറ്റുക, ഫില്ല് ചെയ്യാൻ പറ്റാത്ത കേസ് എപ്പോഴാണെങ്കിലും. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പല്ലിന് 3 ലെയറുകളാണുള്ളത്. എനാമൽ, ഔട്ടർ ലെയർ ആണ് ഏറ്റവും പുറമെയുള്ള ലെയർ എനാമൽ, അതിന്റെ കഴിഞ്ഞിട്ടുള്ള താഴെ ഡെന്റിൻ, അതിന് താഴെ പൾപ്പ്. പൾപ്പിലാണ് ഞരമ്പുകളൊക്കെ ഉള്ളത്. ഒരു കേട് എനാമലിലോ ഡെന്റിലോ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഒരു പല്ലിന്റെ കേട് എനാമലിലോ അതിന്റെ ഡെന്റിലോ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികം കേസുകളിൽ പെയിൻ ഉണ്ടാവാറില്ല, ചെറിയ പുളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില ആൾക്കാർക്ക് ചെറിയ വേദന പോലെ അനുഭവപ്പെടാറുണ്ട്. അത്തരം കേസിൽ നമുക്ക് പല്ല് അടച്ചു കൊടുക്കാം, നോർമലി ഫില്ല് ചെയ്യാം. എന്നാൽ പല്ല് കേട് ഒന്നും കൂടി താഴേക്ക് പോയി അതൊരു പൾപ്പിലേക്ക് എത്തിയാൽ, പൾപ്പില് ഞരമ്പുകൾ ഉണ്ട്, സ്വാഭാവികമായിട്ടും കേട് ഞരമ്പിൽ തട്ടുമ്പോൾ അവിടെ ഇൻഫെക്റ്റഡ് ആകുമ്പോൾ പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് നോർമൽ ഫില്ലിംഗ് പോസിബിൾ അല്ല. ഇവിടെ നമ്മളൊരു റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ഒരു നോർമൽ ഫില്ലിംഗ് അല്ലെങ്കിൽ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കുക, ഒരു കവർ ചെയ്ത് കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ട് ചെയ്യാറ്.